ഇന്ന് തന്നെ ഡൗൺലോഡ് ചെയ്യൂ. കാണൂ നിങ്ങളുടെ ഫേവറേറ്റ് ഷോസ്. ഇനി എന്റെ അടുക്കളയിൽ കയറി മോൾക്ക് കുറച്ച് പൊടിയരിക്കഞ്ഞി ഉണ്ടാക്കി തരട്ടെ. ഈശ്വര, പൊടിയരിക്കഞ്ഞോ? കർത്താവേ, പണി പാളിയല്ലോ. ഇവരെങ്ങനെ അടുക്കളയിൽ കയറിയാ സച്ചി സാറ് സ്റ്റോർ റൂമിലുള്ളത് അറിയും. നിങ്ങൾ എന്നെ ഒന്ന് തുറന്നു വിട്. ആര് കണ്ടാലും എനിക്കൊന്നുമില്ല. ഞാൻ അവരോട് സംസാരിച്ചോളാം. ഓ, ഇയാള് മിക്കവാറും എന്നെ കൊലയ്ക്ക് കൊടുക്കും. ഇവരെങ്ങാനും കണ്ട അതോടുകൂടി തീർന്നു. എന്റെ പൊന്നു സാറെ, ചതിക്കല്ലേ. ബഹളം വെക്കാതെ കുറച്ചു നേരം കൂടി അവിടെ അടങ്ങിയിരിക്കി. ആ, ചിപ്പിമോള് കണ്ണു തുറന്നോ? ആ, ഡോക്ടർ മോൾക്ക് മരുന്ന് കൊടുത്തിട്ടുണ്ട്. ഇപ്പൊ ഒരു കുഴപ്പമില്ല. അവര് പോയി കഴിഞ്ഞാൽ ഞാൻ ഉടനെ വന്ന് വാതിൽ തുറന്നു തന്നോളാം. ഇതിനകത്ത് എന്തൊരു ചൂടാ. എനിക്ക് സഹിക്കാൻ പറ്റുന്നില്ല. സ്റ്റോർ റൂമിനകത്ത് സാധാരണ ആരും AC വെക്കാറില്ല. തറുതല പറയാതെ വാതിൽ തുറന്ന് എന്നെ ഒന്ന് പുറത്തേക്ക് വിട്. എന്റെ സാറേ, എന്തൊക്കെ പറഞ്ഞാലും കുറച്ചു നേരം കൂടെ ക്ഷമിച്ചേ പറ്റൂ. ഇനി ക്ഷമിച്ചാലേ ഞാൻ ഇതിനകത്ത് കിടന്ന് ശ്വാസം മുട്ടി ചാവും. എന്നാ പിന്നെ ചാവ്. അല്ല പിന്നെ ഞാൻ ആദ്യം വെള്ളം കൊണ്ടു കൊടുക്കട്ടെ. ശോ, മനുഷ്യനൊരു സ്വൈരം തരില്ലെന്ന് പറഞ്ഞു. മോളെ, ഇപ്പൊ എങ്ങനെയുണ്ട്? ആശ്വാസമുണ്ടോ? ആന്റി എപ്പോ വന്നു? ആഹാ, എപ്പ വന്നൂന്നോ? ആന്റി മാത്രല്ല, അങ്കിളും ഉണ്ടായിരുന്നു. എന്നിട്ട് എവിടെ? അങ്കിള് ഡോക്ടറെ കൊണ്ടുവിടാൻ വേണ്ടി പോയി. ഡോക്ടർ വന്നായിരുന്നു? ഡോക്ടർ വരികയും ചെയ്തു. മോൾക്ക് ഇഞ്ചക്ഷനും തന്നു. കഴിക്കാനുള്ള മരുന്ന് വേറെയും തന്നിട്ടുണ്ട്. ഇപ്പൊ എന്തായാലും ചൂട് അല്പം കുറവുണ്ട്. ജെനി, ഒരു തുണി നനച്ചിങ്ങെടുക്കോ? ആ, ഇപ്പൊ കൊണ്ടുവരാം. ഗൗരി വന്നില്ലേ? ഗൗരിമോള് സ്കൂളിൽ പോയില്ലേ? ഞങ്ങൾ ഇങ്ങോട്ട് വന്ന കാര്യം ഗൗരിമോൾ അറിഞ്ഞിട്ടില്ല. മോളിന്ന് രാവിലെ എന്താ കഴിച്ചേ? ഒന്നും കഴിച്ചില്ല. ഇന്ന് മാത്രമല്ല, ഇന്നലെ ഒന്നും കഴിച്ചിട്ടില്ല. അതെങ്ങനാ? കരച്ചിലൊന്ന് നിർത്തി വാതിലൊന്ന് തുറക്കണ്ടേ? മാഡം ഞാനും ഫുഡും കൊണ്ട് കതകിന് പുറത്തുനിന്ന് എന്തോരം വിളിച്ചു. മോള് കേട്ട ഭാവവും നടിച്ചില്ല, വാതിലും തുറന്നില്ല. അമ്മയോടുള്ള പിണക്കം മുഴുവനും കരഞ്ഞും പട്ടിണി കിടന്നും തീർത്തു. എന്താ മോളേത്? അമ്മമാരോടൊക്കെ ഇങ്ങനെ പിണങ്ങാമോ? മോൾക്ക് വിഷമമുണ്ടായതിനേക്കാളും എത്ര വലിയ വിഷമം അമ്മയ്ക്കുണ്ടായി കാണും. ആഹാരമായിട്ട് വന്ന് വിളിച്ചപ്പോ മോൾ ആഹാരം വാങ്ങിച്ചു കഴിക്കാതിരുന്നത് ശരിയായില്ല. സോറി ആന്റി. ജെനി, ആ തുണി ചൂടുവെള്ളത്തിൽ മുക്കിയിട്ടും തരൂ. ആന്റി, മോളുടെ ദേഹമൊക്കെ ഒന്ന് തുടച്ചുതരാം. ജെനി, കുറച്ച് ഐസ് വാട്ടറും നെറ്റിയിലിടാൻ ഒരു തുണി കഷ്ണം കൂടി ഇങ്ങെടുക്കണേ. ഐസ് വാട്ടർ ഞാൻ ഇപ്പൊ കൊണ്ടുവരേ. ദാ. ചിരിയൊക്കെ വരുന്നുണ്ടല്ലോ. ഞങ്ങള് വന്നപ്പോ എന്തായിരുന്നു?
ദേഹം മുഴുവൻ തീ പോലെ പൊള്ളുകയല്ലായിരുന്നോ? ഞാനൊന്നും അറിഞ്ഞില്ല ആന്റി. ആന്റിയുടെ മടിയിലിങ്ങനെ കിടക്കുമ്പോ നല്ല സുഖമുണ്ട്. ചിലപ്പോഴൊക്കെ അമ്മ എന്നെ ഇങ്ങനെ മടിയിൽ കിടത്തും. അതുപോലെ തോന്നുന്നു. ഞാനും ഒരു അമ്മയാണല്ലോ. ഗൗരിമോളുടെ കൂടെ ആന്റിയുടെ പറ്റി ഞാനും ജനിച്ചാ മതിയായിരുന്നു. അതെന്താ അങ്ങനെ? മോക്ക് ആന്റി അത്രയ്ക്ക് ഇഷ്ടാണോ? ഒരുപാട് ഇഷ്ടാ. ആ ജെനി, അതെടുത്തൊന്ന് പിഴിഞ്ഞതാ. അത് നെറ്റിയിലിട്ട് കൊടുത്താ ചൂട് സാവധാനം കുറഞ്ഞോളൂ. കുറച്ചു കഴിയുമ്പോ മോളുടെ ദേഹത്തെ ചൂടൊക്കെ മാറിക്കോളും കേട്ടോ. ഇനി എന്റെ അടുക്കളയിൽ കയറി മോൾക്ക് കുറച്ച് പൊടിയരിക്കഞ്ഞി ഉണ്ടാക്കി തരട്ടെ? ഈശ്വര, പൊടിയരിക്കഞ്ഞോ? കർത്താവേ, പണി പാളിയല്ലോ. ഇവരെങ്ങാനും അടുക്കളയിൽ കയറിയാ സച്ചി സാറ് സ്റ്റോർ റൂമിലുള്ളത് അറിയും. ഒരു കാര്യം ചെയ്യാം, മോളെ ആന്റി റൂമിൽ കൊണ്ട് കിടത്തട്ടെ. ജെനി ഒന്ന് പിടിക്കോ? കുഴപ്പമില്ല മാഡം, ഞാൻ എടുക്കാം. വാ മോളെ, പതുക്കെ. ആന്റി കൊണ്ട് കിടത്താട്ടോ. കിടന്നേ. ഇനി ആന്റി പോയിട്ട് മോൾക്ക് കഞ്ഞി റെഡിയാക്കി കൊണ്ടുവരാം. ഇവിടെ കിടക്കട്ടോ. ജെനി, മോളുടെ കൂടെ ഇവിടെ ഇരിക്കണേ. മേഡം നിന്നേ. അടുക്കളയൊക്കെ ആകെ അലങ്കോലപ്പെട്ട് കിടക്കുകയാണേ. പാത്രങ്ങളാണെങ്കിൽ കുറച്ച് കഴുകാനും ഉണ്ട്. ആ കോലത്തിൽ കിടക്കുന്ന അടുക്കളയില് മേഡം കയറണ്ട. ഞാൻ കഞ്ഞി വെച്ചുകൊണ്ടുവരാം. ഏയ്, അതൊന്നും കുഴപ്പമില്ല. എല്ലാ അടുക്കളയും അതുപോലൊക്കെ തന്നെയല്ലേ. അല്ലാതെ ഇവിടുത്തെ അടുക്കളയ്ക്ക് മാത്രമായിട്ട് പ്രത്യേകത ഒന്നും ഇല്ലല്ലോ. അയ്യോ, അതുകൊണ്ടല്ല. മേഡത്തിന് അടുക്കളയിൽ കയറ്റിന്ന് ചിപ്പിമോളുടെ അമ്മ അറിഞ്ഞ ഷോ പിന്നെ എന്നെ വെച്ചേക്കത്തില്ല. അടുക്കള ജോലിക്കും പിന്നെ മോളെ നോക്കാനും കൂടിയാണല്ലോ എന്നെ ഇവിടെ നിയമിച്ചിരിക്കുന്നേ. എന്നും ജെനി ഉണ്ടാക്കുന്ന ഭക്ഷണല്ലേ മോള് കഴിക്കുന്നേ. ഇന്ന് ഒരു മാറ്റം ആയിക്കോട്ടെ. മോൾക്ക് ഞാൻ കഞ്ഞി ഉണ്ടാക്കി കൊടുക്കാം. ഇവിടുത്തെ അടുക്കളയിലെ രഹസ്യം ഞാനും കൂടി ഒന്ന് കാണട്ടെ. മേഡം, എന്റെ കർത്താവെ ചതിച്ചു. ഇന്നെല്ലാം കൂടി ചക്ക കുഴയുന്ന പോലെ കുഴയും. മോളെ, ആന്റി ഇപ്പൊ വരാട്ടോ. അയ്യോ, മേഡത്തിനെ കൊണ്ട് കഞ്ഞി വെപ്പിച്ച കാര്യം ഇവിടുത്തെ മേഡങ്ങാനും അറിഞ്ഞ അതോടെ എന്റെ കഥ തീരും. അതിന് ഞാൻ അടുക്കളയിൽ കയറി കഞ്ഞി വെച്ചു എന്ന് ജെനി ചിപ്പിമോളുടെ അമ്മയോട് പറയണ്ട. അപ്പൊ കുഴപ്പമില്ലല്ലോ. അത് ശരിയല്ലേ. എന്താ ശബ്ദം കേട്ടെ?